ഹലോ കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. ഇന്ന് ഗുരുപൂർണിമ. ഇവിടുത്തെ തെലങ്കാനയിൽ പറയുന്നത് ഇന്ന് കാർത്തിക് പൗർണിമ. ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ളവരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തുളസിയുടെ മുമ്പിൽ നമ്മൾ വാഴയുടെ പോളയിൽ വിളക്ക് വെച്ചിട്ട് പിന്നെ അത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ പൂവൊക്കെ ഇട്ടിട്ട് അത് അവർ അതിലോട്ട് ഒഴുക്കും. പിന്നെ നെല്ലിക്കയുടെ പുറത്ത് തിരി കത്തിച്ച് വയ്ക്കും. പിന്നെ 365 ഇതുണ്ട് തിരി, അതും കൂടെ ഒന്ന് കത്തിച്ച് ഇന്ന് ഭയങ്കര വിശേഷം ഇവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെ അവരത് പൂജ ചെയ്യും. ഭയങ്കര വിശേഷമാണ്. ഞാൻ അതിന് ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ഇതുണ്ട് കൂട്ടുകാരെ, ഇത് വാട്ടർ ലാംപ്സാണ്. ഇന്നിവിടെ ഗുരുപൂർണിമ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വിശേഷമായിട്ട് ആഘോഷിക്കുന്നത്. ഇവർ പറയുന്നത് കാർത്തിക പൗർണിമ. ഇന്ന് ഇവർ തുളസി എടുത്ത് വെളുപ്പാങ്കാലത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നാരങ്ങയല്ല നെല്ലിക്കയുടെ മേളിൽ തിരി വെച്ച് 365 തിരി വെച്ചിട്ട് അവർ വിളക്ക് വയ്ക്കും. പിന്നെ എല്ലാവരും ഇന്ന് അമ്പലത്തിലൊക്കെ പോകും. അതിൻ്റെ ഓരോ വീടും തന്നെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഭയങ്കര വിശേഷം ഇവിടെ. ഞാനിന്നിപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ കാല് ഉളുക്കി പിടിച്ചേക്കുന്നു. എനിക്ക് ഇറങ്ങി നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ള ആ വീട്ടിൽ എല്ലാവരും വിളക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും വെച്ചപ്പോൾ നമ്മളും വെച്ചു. അല്ലെന്നല്ല, അല്ല ഭയങ്കര പടക്കം പൊട്ടിയിലും ഭയങ്കര വിശേഷമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. പക്ഷേ എൻ്റെ കാൽ ഉളുക്കി പിടിച്ച കാരണം എനിക്ക് അങ്ങോട്ട് നടക്കാൻ വയ്യ. അത് ഭയങ്കര നടക്കാൻ പ്രയാസമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങാഞ്ഞത്. ഞാൻ ഇപ്പോൾ എൻ്റെ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത്. കാലുളുക്കി പിടിച്ചതിൻ്റെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ അറിയിക്കണം, എന്തോ ചെയ്യണമെന്ന്. ഞാൻ പിന്നെ മസാജറെടുത്ത് കുറേ മസാജൊക്കെ ചെയ്തു, പക്ഷെ അത് കുറയുന്നില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തവരാ. അവൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്നു. അവൾ രാവിലെയും പോയി, വൈകിട്ട് പോയി, എല്ലായിടത്തും പോയിട്ട് തിരിച്ച് വരുന്നു. కుడికెళ్ళి వచ్చేసావా? మరి ఎక్కడికి వెళ్ళా? ఎక్కడ? అచ్చా, ఏ హనుమాన్ గుడికి వెళ్ళొచ్చా? మన రోడ్ నెంబర్ 1. మరి ఆటో బుక్ చేసావు? ఫుల్ రషా? రష్లో అవసరం లేదు. అయ్యో, ఈ డ్రెస్ ఎక్కడ ఆమె దగ్గరనా? బాగుంది. അന്നേരം അങ്ങനെ അവളിന്ന് ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ പോയി. ഇവിടുത്തെ ആൾക്കാരെയാണ്
ഇന്ന് അവൾ ശിവൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഭയങ്കര റഷെന്നും പറഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ഹനുമാൻ അമ്പലം ഉണ്ട് അടുത്ത് തന്നെ. റോഡ് നമ്പർ 1 ഒരു ഹനുമാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നെന്ന്. എന്നിട്ട് നമ്മളെ നേരെ മുമ്പിലുള്ള ആൻറ്റിയുണ്ട്, അവരും പോയിരുന്നെന്ന്. ഇവിടെ തെലുഗു സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് തെലുഗു ചോദിച്ചു എവിടെ പോയെന്ന് വെച്ചപ്പം ഇവിടെ ആൽവാലിലൊരു ശിവാലയമുണ്ട്, ബാലാജി ടെമ്പിൾ എന്ന് പറയും. അങ്ങനെ അവിടെ പോയപ്പോൾ ഭയങ്കര റഷാണ്. തിരിച്ച് വന്നിട്ട് ഇവിടെ റോഡ് നമ്പർ 1 ഒരു ഹനുമാൻ അമ്പലമുണ്ട്, ഹനുമാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന്. ഇനിയിപ്പം രാത്രി 10-11 മണി വരെ പടക്കമൊക്കെ ആയിരിക്കും പൊട്ടിക്കുന്നതൊക്കെ. ഉണ്ടോ നമ്മൾ വന്ന ഉടനെ കണ്ടാ ഭയങ്കര വിശേഷം ഇവിടെ. ഉളുക്കി പിടിച്ചേക്ക് എനിക്ക് നടക്കാൻ പ്രയാസം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം അതിനെന്തോ ചെയ്യണമെന്ന്. നിൽക്കാനും പ്രയാസമാണ്. എന്നാൽ ഞാൻ ശരി, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് കമൻറ്റ്. എൻ്റെ കാൽ ഉളുക്കി പിടിച്ചതിന് ഞാൻ എന്തോ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണേ.